പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ഇന്നലെ മാതാപിതാ ഗുരുദൈവ സങ്കല്പം എന്ന തീമാണ് പറഞ്ഞു നിർത്തിയത്. ഗുരു. ലോകത്തിലെ മറ്റൊരു ഭാഷകളിലും ഗുരുവിന് തുല്യമായ വാക്കുകളില്ല. കാരണം അവിടങ്ങളിലൊന്നും ഗുരുസങ്കല്പമില്ല. നിരവധി ശ്ലോകങ്ങളിലൂടെ ഗുരുവിനെ പറ്റി നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. തൻ്റെ അടുത്ത് ഗുരുവും ദൈവവും ഒരുമിച്ച് വന്നാൽ ആദ്യം താൻ ഗുരുവിനെ വണങ്ങുമെന്നും അതിനുശേഷമേ ദൈവത്തെ വണങ്ങുകയുള്ളൂവെന്നും, കാരണം ഗുരുവാണ് ദൈവത്തെപ്പറ്റി തനിക്ക് പറഞ്ഞു തന്നതെന്നും കവി കബീർദാസ് പറയുന്നു. നമ്മുടെ സന്യാസ പരമ്പരകൾ ഗുരുശിഷ്യ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ വിവേകാനന്ദനാക്കി. കവിത എഴുതി നടന്ന കുമാരനെ മഹാകവി കുമാരനാശാനാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ഗു എന്നാൽ അജ്ഞാനമാകുന്ന അന്ധകാരം, രു നശിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു അന്ധകാരത്തെ നശിപ്പിക്കുന്നതാരോ അതാണ് ഗുരു. ഞാൻ എൻ്റെ ഗുരുക്കന്മാരിലേക്കൊന്ന് വന്നാലോ? ജീവിതം ഇതുവരെ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചവരെല്ലാം തന്നെ എൻ്റെ ഗുരുക്കന്മാരാണ്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ എനിക്ക് 5ാം ക്ലാസ് മുതൽ ഹരിനാമ കീർത്തനങ്ങൾ പഠിപ്പിച്ചു തന്ന എൻ്റെ കുടുംബസുഹൃത്തായ അച്ഛൻ്റെ സ്ഥാനത്തുള്ള കുമാരൻകുട്ടി ആശാൻ, എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ 2-3 അധ്യാപകരുണ്ട്. അവരുടെ പേരുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. വിജയൻ സാർ, സുബ്രഹ്മണ്യൻ സാർ, രാധ ടീച്ചർ. വിവാഹശേഷം ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്ത സ്കൂളിലെ അച്ചാമ്മ ജോസഫ് ടീച്ചർ. ഞാൻ എൻ്റെ നാട്ടിലെ സ്കൂളിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇവിടെ നിന്നും ബൈബിൾ തന്നയച്ച ലൂസി ടീച്ചർ. പിന്നെ എന്നെ TCAയിലേക്ക് ഒരു വഴി കാണിച്ചു തന്ന സരിത ടീച്ചർ. അതുപോലെ TCAയിൽ ഇപ്പോഴും എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ എല്ലാമായ ഷർഫു ടീച്ചർ, എൻ്റെ ഗുരുനാഥനായ തോമസ് സാർ, ഞാൻ അപൂർവ വൈദ്യനെന്ന് വിളിക്കുന്ന ഡോക്ടർ വിജയരാജ് സാർ. പിന്നീട് ഇങ്ങോട്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് പേര്, നമ്മുടെ ഈ ശലഭ കുടുംബത്തിലെ ഒരുപാട് പേർ, അല്ലാതെയുമുള്ള ഒരുപാട് പേരൊക്കെ എല്ലാവരും എൻ്റെ ഗുരുക്കന്മാർ തന്നെ. കണ്ടുമുട്ടിയവരാരും ഒന്നും തരാതെ പോയിട്ടില്ല എന്നല്ലേ. തങ്ങി നിൽപ്പിലല്ല ജീവിതത്തിൻ്റെ ധ്യാനപൂർണത, ചലനമാണ് ആത്മീയത. ഒരിടത്തും കെട്ടിക്കിടക്കാതെ നിരന്തരം ഒഴുക്കിലാവുക, പാതയിലാവുക. അപ്പോഴാണ് ജീവിതം പ്രകാശപൂരിതമാകുന്നത് എന്ന് ഞാൻ അറിഞ്ഞ വർഷം, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച വർഷമായിരുന്നു 2024 കടന്നുപോയത്. ഇപ്പോൾ സർവ്വചരാചരങ്ങളും എൻ്റെ ഗുരുവാണ്. ബാക്കി അടുത്ത ക്ലിപ്പിൽ